ട്രാവൽ വിത്ത് ശരത്ത് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗിംഗ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് മൂന്നാർ ടൗണിന് 1 കിലോമീറ്റർ മുമ്പായിട്ടുള്ള തേക്കടി ഡയറക്ഷനിലേക്കുള്ള എൻട്രൻസിലാണ് നിൽക്കുന്നത്. സോ നമുക്ക് തേക്കടി ഡയറക്ഷൻ മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേ അധികം സ്ഥലങ്ങൾ നമുക്ക് തേക്കടി റൂട്ടിലുണ്ട്. നമ്മളിന്ന് പോകുന്നത് തേക്കടി റൂട്ടിലേക്കാണ്. തേക്കടി റൂട്ടിൽ നമുക്ക് എന്തെല്ലാം കാഴ്ചകൾ ഉണ്ടെന്നുള്ളത് നമുക്ക് പോകുന്ന യാത്രയിൽ കൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കൊച്ചിയിൽ നിന്ന് വരുന്നവർക്ക് നേരെ, അതായത് മൂന്നാർ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പായിട്ട് തന്നെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും റൈറ്റ് സൈഡിലായിട്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ കൊച്ചി ധനുഷ്കോടി റോഡാണ്, ദേശീയപാതയാണ്. ഈ റൂട്ടിൽ തന്നെയാണ് നമുക്ക് ധനുഷ്കോടി, അതുപോലെ തന്നെ മധുര, അതുപോലെ തന്നെ തേനി, തേക്കടിക്ക് നമുക്ക് പൂപ്പാറ ചെന്നിട്ട് റൈറ്റാണ് കയറി പോകേണ്ടത്. അങ്ങനെ ഈ റൂട്ടുകളിലേക്കെല്ലാം നമ്മൾ പോകേണ്ട മെയിൻ പാത എന്ന് പറയുന്നത് നമുക്ക് ഈ പറയുന്ന തേക്കടി ഡയറക്ഷനാണ്. ഓക്കെ, നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ഇപ്പോൾ എത്തിയേക്കുന്നത്. ഈ തേക്കടി റൂട്ടിലുള്ള ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ബൊട്ടാണിക്കൽ ഗാർഡനാണ്. ഏകദേശം ഒരു കിലോമീറ്റർ 300 മീറ്റർ ടൗണിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് പറഞ്ഞാൽ 1 കിലോമീറ്റർ 300 മീറ്റർ ആണ് വരുന്നത്. റോഡിൻ്റെ 2 സൈഡിലും പാർക്ക് ചെയ്യാൻ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട്. സോ ഗാർഡനോട് ചേർന്ന് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാനുള്ള ഇഷ്ടം പോലെ സൗകര്യമുണ്ട്. ഇത് നമുക്ക് നേരെ എൻട്രൻസ് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഗാർഡൻ്റെ എൻട്രൻസിൽ വഴി നമ്മൾ താഴേക്ക് പോവാണ്. നമുക്ക് അഡൽട്ടിന് വരുന്നത് പെർ ഹെഡ് 100 ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരു 5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള ഏജിലുള്ള കുട്ടികൾക്ക് 50 രൂപയാണ് ചാർജ് വരുന്നത്. പിന്നെ മൊബൈൽ ക്യാമറ അല്ലെങ്കിൽ അതർ ക്യാമറയൊക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് 150 രൂപ. ശരിക്കും മൂന്നാറിൽ വന്നു കഴിഞ്ഞാൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സ്ഥലമാണ് ബൊട്ടാണിക്കൽ ഗാർഡന്. നമ്മുടെ തേക്കടി റോഡിൽ ഏകദേശം ഒരു മാക്സിമം ഒരു കിലോമീറ്റർ 300 മീറ്റർ, 1.5 കിലോമീറ്ററിനകത്തായിട്ട് വരുന്ന അത്ര ദൂരമേ വരുന്നുള്ളൂ. ഓക്കെ, കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിലും എല്ലാ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കും വിസിറ്റ് ചെയ്യാൻ പറ്റിയത്. അതായത് ഫ്ലവേഴ്സ് ഗാർഡൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. വൈകുന്നേരം ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് വൈകുന്നേരം 7 മണിക്ക് നമുക്ക് വാട്ടർ ഡാൻസ് ഉണ്ട്. ഓക്കെ, അത് മസ്റ്റായിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ വിസിറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പകലൊക്കെ സമയം ഉണ്ടെങ്കിൽ തന്നെയും ഏറ്റവും ബെസ്റ്റ് വിസിറ്റ് ടൈം എന്ന് പറയുന്നത് വൈകുന്നേരങ്ങളാണ്. ഒരു 5 മണിക്ക് ശേഷവും അപ് ടു ഒരു 8:30 വരെ നമുക്ക് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈം അതാണ്. പകൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് വെയിലായിരിക്കും. നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങൾ ഏതെങ്കിലും, അതായത് ഇപ്പോൾ മറയൂർ ഡയറക്ഷനോ അല്ലെങ്കിൽ മാട്ടുപ്പെട്ടി ഡയറക്ഷനോ ഒക്കെ കണ്ടതിന് ശേഷം വൈകുന്നേരങ്ങളിൽ നമുക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സമയം നിങ്ങൾ വൈകുന്നേരം വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇതുവഴി നേരെ ലെഫ്റ്റ് പിടിച്ചിട്ട് ഒന്ന് കറങ്ങി വരാം. ഇതിൻ്റെ ഏകദേശം 14 ഏക്കറിലാണ് ഈ ഒരു ഗാർഡൻ അവർ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ടോപ്പിൽ നിന്ന് നോക്കുമ്പം അത്രയും വലുപ്പമായിട്ട് തോന്നത്തില്ല, എങ്കിലും താഴേയും കയറി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നമ്മളിപ്പോൾ ഗാർഡൻ്റെ ഏറ്റവും താഴ്ഭാഗത്താണ് നിൽക്കുന്നത്. അത്യാവശ്യം റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ താഴെയുണ്ട്. കപ്പിൾസിനൊക്കെ അത്യാവശ്യം വളരെ കാമായിട്ട് വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഓപ്ഷനാണിത്. അതുപോലെ ഈ അടുത്തിടയ്ക്കായിട്ട് പുതിയതായിട്ട്, നേരത്തെ കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വന്ന സമയത്ത് ഇങ്ങനൊരു സംവിധാനം ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതാണ്ട് ആ ആറിനോട് ചേർന്ന് തന്നെ കുറച്ച് ഏരിയ ആ ഭാഗത്ത് നമുക്ക് പോകാനുള്ള അനുമതിയുണ്ട്. അവിടം വരെ നമുക്ക് സ്പേസ് ഉണ്ട്. നമുക്ക് അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ. മേളിൽ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള അടിപൊളി സ്ഥലങ്ങളുണ്ട്. എന്നിരുന്നാലും ന്യൂ കപ്പിൾസൊക്കെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ ഗാർഡനിൽ തന്നെ ഒന്ന് ഒതുങ്ങി നമുക്ക് അത്യാവശ്യം ഒന്ന് പീസ്ഫുള്ളായിട്ടൊന്ന് ഇരിക്കണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു സ്ഥലമാണ് ഇതുണ്ട് ഈ കാണുന്നത്. അത്യാവശ്യം എല്ലാ സംവിധാനങ്ങളും ഉണ്ട് കേട്ടോ, എല്ലാ കാറ്റഗറിയിലും. അതായത് എന്താ പറയുക, കുട്ടികൾക്കും മുതിർന്നവർക്കും ഇന്ന കാറ്റഗറി എന്നില്ല, എല്ലാവർക്കും ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും അവർ ഒരുക്കിയിട്ടുണ്ട്.
ഈ ഒരു സ്ഥലത്തേക്ക് മാത്രം ഇറങ്ങുന്നവർ, കുട്ടികളായിട്ട് ഇറങ്ങുന്നവർ ശ്രദ്ധിക്കുക. കാര്യം നമ്മൾ ആറിനോട് ചേർന്നിട്ടുള്ള സ്ഥലമാണ്. കുട്ടികളെ ഇവർ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളത്. ആറിനോട് ചേർന്നാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കിവിടെ കൽക്കെട്ടാണ് സ്റ്റെപ്പുകൾ മുഴുവനായിട്ട്. അപ്പോൾ കുട്ടികളായിട്ട് ഇറങ്ങുന്നവർ കുട്ടികളെ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഈ ഒരു ഏരിയ ഒന്നും നമുക്ക് തുറന്നു കൊടുത്തിട്ട് ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നി ഒരു 2 മാസമെങ്കിലും ആയിട്ടുണ്ടാവുള്ളൂ ഈ ഒരു ഏരിയ മാത്രം തുറന്നു കൊടുത്തിട്ട്. പക്ഷേ ഇതൊരു അടിപൊളി സ്ഥലമാണ്. കുട്ടികളെയും കൂടെ കൂട്ടി ഇറങ്ങുന്നവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ. സ്ഥലം അടിപൊളിയാണ്. വൈകുന്നേരങ്ങളിലും രാവിലെയും ഒക്കെ വന്ന് വെറുതെ നമുക്ക് റിലാക്സ്ഡായിട്ട് അങ്ങനെ ഇരുന്ന് പോകാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. വേറെ ഒരു ശല്യവും ഇല്ല, ഒന്നുമില്ല. നമുക്കിനി മേളിലേക്ക് പോയിട്ട് ഇതിന് നമ്മളിപ്പോൾ ഏകദേശം ഗാർഡൻ്റെ ഒരു പകുതി പോലും നമ്മൾ കവർ ചെയ്തിട്ടില്ല. ബാക്കി സ്ഥലങ്ങളും കൂടെ നമുക്ക് കവർ ചെയ്ത് മാറാം. ഓക്കെ, ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ കവർ ചെയ്യണമെങ്കിൽ ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പോൾ അത് കണക്കാക്കി വരിക. നമ്മുടെ ഗാർഡൻ്റെ മറ്റൊരു എൻ്റെ ഭാഗമാണിത്. ഈ ഒരു ഭാഗത്ത് കൂടുതലും നമ്മുടെ ഈ ഫ്ലവേഴ്സാണ് കൂടുതലായിട്ടും. കുറേ അധികം നല്ല ശേഖരമുണ്ട് കേട്ടോ. നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കണ്ടു നോക്കാം. ഈ പൂക്കളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവർക്ക് നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നമ്മൾ ഗാർഡൻ്റെ ഔട്ട്സൈഡിലായിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ അവിടെ നമുക്ക് സെയിൽസിന് വെച്ചിട്ടുണ്ട്. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടത് മേടിക്കാം. ഇതിലാരും ഒന്നും പിച്ചി പറിക്കൊന്നും ചെയ്യരുത്. കണ്ടു കഴിഞ്ഞാൽ അവർ പെനാൽറ്റി ആരും ഫൈൻ അടിക്കുന്നതായിരിക്കും. ഈ ഒരു ഭാഗത്താണ് കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ആയിട്ടുള്ളത്. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ തൊട്ട് താഴെയുണ്ട്. അതുപോലെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ അങ്ങനെ ഈ ഒരു ചുറ്റുവട്ടത്ത് കുറേ അധികം സ്പേസ് ഉണ്ട്. ഈ സ്റ്റെപ്പ്, അതായത് ഇതിൻ്റെ നേരെ തൊട്ട് താഴെ സ്റ്റെപ്പ് ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെയുണ്ട്. സോ 2-3 സ്ഥലത്തായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ 10-50 പേര് വന്നാൽ പോലും നമുക്ക് ഈസി ആയിട്ട് അവർക്ക് കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ കാണുന്ന ഒരു നീല സ്ക്വയറിനകത്തായിട്ട് കാണുന്നത്, അതാണ് വൈകുന്നേരം. ഇപ്പോൾ സമയം 6:40 ആയിട്ടുണ്ട്. 7 മണിയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇരിക്കാനുള്ള നല്ല സൗകര്യമുണ്ട്. അവിടെയാണ് നമുക്ക് വാട്ടർ ഡാൻസ് എല്ലാ ദിവസവും ഉണ്ട്.
അടിപൊളിയാണ്. നമുക്ക് അതും കൂടി കണ്ടേച്ച് നമുക്കിന്ന് പോകാം. ഇത് ഫോട്ടോ സെക്ഷന് വേണ്ടിയിട്ട് അത്യാവശ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ്. അടിപൊളി സ്ഥലമാണ് കേട്ടോ, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ പൂക്കളും കൊണ്ട് ഇങ്ങനെ എല്ലാം അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. അടിപൊളി ഫോട്ടോസൊക്കെ നമുക്ക് ഇവിടെ എടുക്കാം. അതിന് വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ നമുക്ക് വാട്ടർ ഡാൻസ് നടക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എല്ലാവരും എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട എല്ലാവരും ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. നമുക്കും പതുക്കെ അങ്ങോട്ടേക്ക് പോകാം. അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട്. വാട്ടർ ഡാൻസ് കാണാനായിട്ടുള്ള എല്ലാവരുടെയും എല്ലാവരും അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു തിരക്കാണ് ഈ കാണുന്നത്. നമുക്കും പോയിട്ടെ അടിപൊളി ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഒരു ഇരിപ്പിടം ഉണ്ടാക്കാം. വാ. അപ്പം നമ്മൾ ബൊട്ടാണിക്കൽ ഗാർഡൻ ഏകദേശം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. മെയിനായിട്ട് വൈകുന്നേരം മാക്സിമം 5 മണിക്ക് ശേഷം നിങ്ങൾ വിസിറ്റ് ചെയ്യാൻ നോക്കുക. 5 to 9 മണി വരെയുണ്ട് ടൈമെങ്കിലും 5 to 8 ഏറ്റവും ബെസ്റ്റ് ടൈം ടു വിസിറ്റ്. അതുപോലെ 7 മണിക്കത്തത് വാട്ടർ ഡാൻസ് മിസ് ചെയ്യാതിരിക്കുക. ഓക്കെ. പിന്നെ മറ്റൊരു കാര്യം, ഒടുക്കത്തെ തണുപ്പാണ്. അപ്പം വൈകുന്നേരം വരുന്നവർ മസ്റ്റായിട്ട് സ്വെറ്റർ എന്തെങ്കിലും കരുതുക. ഏകദേശം ഒരു 15 താഴെ ടെമ്പറേച്ചർ നന്നായിട്ടുണ്ട്. സോ നല്ല തണുപ്പായിരിക്കും. അങ്ങനെ ഏകദേശം ബൊട്ടാണിക്കൽ ഗാർഡൻ വിസിറ്റ് കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി നമുക്ക് നാളെ കാണാം. Okay, bye.